ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മീൻ ബിയർ മാഗ്നേഷൻ ടിവിയുടെ താരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളോട് ചേരുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് മലയാളികളുടെ സ്വന്തം അബൂക്ക. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം തന്നെ. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം. ഞാൻ ടൈറ്റിൽ റോൾ ചെയ്ത ഒരു സിനിമ, അതും ഓണർ റിലീസാണ്. ഓണത്തിന് തിയേറ്ററുകളിലെത്തുന്ന ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും ഞാനാദ്യം നേരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകർ അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അല്ല, കുറേ നാൾ കണ്ടിട്ട് അത് സുകുമാരക്കുറുപ്പിനെ ഞങ്ങൾക്ക് ഈ ഓണത്തിന് കിട്ടും അതെന്ന് വിചാരിക്കാം. സുകുമാരക്കുറുപ്പ് എന്തായാലും ഉണ്ട്, ഇതിലുണ്ട്. അതെ, സുകുമാരക്കുറുപ്പാണ് മെയിൻ ലീഡ്. സുകുമാരക്കുറുപ്പിന്റെ കൂട്ടാളികൾ അല്ലേ? അതെ, അതായത് ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന സുകുമാരക്കുറുപ്പാണ് ഇത്. റാംബോ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന അദ്ദേഹം റാംബോ സ്റ്റൈലിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിറ്റ്നസ്സൊക്കെ നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അവരാണ് ഗ്യാങ്. അവരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ ഞാൻ ഇൻവോൾവ് ആകുന്നതും അതൊക്കെയാണ് കഥയുടെ പോക്ക്. അതിനടുത്തൊരു വലിയൊരു മുതലാളിയുടെ വീടുണ്ട് ഈ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത്. അയാളും അതിൽ കഥയിൽ ഇൻവോൾവ് ആവും. അങ്ങനെ വേറൊരു ഗ്യാങ്, അത് എല്ലാവരും കൂടി ഇതിൻ്റെ ഇടയിൽ ഇത് കുട്ടികൾക്കൊരു പ്രശ്നമായി മാറുകയും അതിന് ഞാൻ ഇടപെടേണ്ടി വരും. അതിന് അങ്ങോട്ട് ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ക്ലൈമാക്സ് വരെ രസകരമായിട്ട് പോകുന്നൊരു ചിത്രമാണ്. അതിൽ റുഷിൻ ആണ് നായകവേഷം ചെയ്യുന്നത്. ഷാജി കൈലാസ് സാറിൻ്റെയും ആനിയുടെയും മകൻ, മൂന്നാമത്തെ മകൻ. അവനാണ് നല്ല രൂപത്തിൽ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അവന് എല്ലാ സീൻസിലും പിന്നെ എന്താ പറയണ്ടേ, ഇമോഷണലായിട്ടുള്ളതും അതുപോലെ തന്നെ കോമഡിയും ഒക്കെ നന്നായിട്ട് വഴങ്ങുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് നല്ലൊരു നായകനെയും കൂടി കിട്ടിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ സൂര്യ, പിന്നെ വൈഷ്ണവ്, സിനോജ്, ജിത്തു, പിന്നെ ശ്രീജിത്ത് രവി, ടിനി ടോം, ജോണി ആൻ്റണി, ഇനിയ, അങ്ങനെ ഒരു ദിനേശ് പണിക്കർ, ഒരുപാട് ആൾക്കാരുണ്ട്. സുന്ദരപാണ്ഡ്യൻ, ആ ഒരു ഗ്യാങ്, ശ്രീജിത്ത് രവിയും അവരൊക്കെ ഒരു ഗ്യാങ്ങാണ്. അങ്ങനെ ഒരു വിങ്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഒരു വലിയ ചെറിയ സിനിമയാണ്. ഓണത്തിനൊരു ചെറിയ സദ്യ തന്നെയാണ്. അത് തന്നെയാണ്. എല്ലാതരം തമാശയും എല്ലാം ഉണ്ട്. എല്ലാ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള എല്ലാ ചേരുവകളും കൂടിയിട്ടുള്ള ഒരു സദ്യ തന്നെയാണ്. ആ സദ്യ നന്നായിട്ടുണ്ട്. അത് നല്ല അതിനൊരു എന്താ പറയണ്ട, ഉണ്ടിട്ടുള്ളൊരു ഏമ്പക്കം മുടൽ വിടട്ടെ. നല്ല സന്തോഷത്തിൽ അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പ്രജീവം മൂവീസിൻ്റെ ബാനറിൽ ഷെബിനാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. കാക്കിപ്പട എന്നുള്ള സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ ഇത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം കഴിഞ്ഞ് വന്ന് സോങ്ങും ഉണ്ട്, നല്ല സോങ്ങുണ്ട്. പിന്നെ എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പം ഇനി ആ സിനിമ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടത് പ്രേക്ഷകരാണ്. അത് ഓണത്തിന് തന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, പുതിയ തലമുറക്കുള്ള പിള്ളേർ, അവർക്കുള്ള അനുഗ്രഹം, അവരെ വിജയിപ്പിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും മുന്നോട്ട് വരണം. കൂട്ടത്തിൽ നമ്മളെയും കൂടെ കൂടുതലാണ്. അതൊക്കെ ഒരു സമയത്ത് മലയാള സിനിമയുടെ സ്ഥിരം വില്ലനായിരുന്നു. അതായത് പ്രേക്ഷകർ കാണുമ്പോൾ അബൂ സലീം എന്ന് പറയുമ്പോൾ ടെററാണ്, വില്ലനാണ് എന്നൊരു ലെവലിലോട്ടാണ്. അതിൽ നിന്ന് എൻ്റയർലി മാറി കോമഡി ലെവലിലോട്ടുള്ള പിന്നീട് ഹ്യൂമർ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. അന്ന് തൊട്ടേ ചിന്തിച്ചിരുന്നു എനിക്ക് വേറെ റോളുകൾ വന്നിരുന്നെങ്കിൽ വരും എന്നുള്ളത് എനിക്കറിയാം, മനസ്സിലുണ്ട്, വരും. അത് പിന്നെ അപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടാവുമല്ലോ. അപ്പം എല്ലാത്തരം ആർട്ടിസ്റ്റുകളോടും ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും മനസ്സിൽ ഓർക്കുന്ന ഒരു മൊമെൻ്റ് ഏതായിരിക്കും? ഒരു ഫേവറേറ്റ് ഒരു ആക്ടറോടുള്ള മൊമെൻ്റ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാനുണ്ടാവുക? അല്ല, അത് ഞാൻ ഇപ്പം എനിക്ക് രണ്ട് നടന്മാരുടെ കൂടെ തന്നെയാണ് അത് ഫസ്റ്റിൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത്, അഭിനയിക്കുമ്പം മുന്നിൽ നിൽക്കുമ്പോൾ മമ്മൂക്കാൻ്റെ കൂടെ ഫസ്റ്റ് പടത്തിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഇതിൽ സിനിമയിലൊരു ഭാഗമായി എന്നുള്ളത് ഫസ്റ്റിൽ തോന്നിയൊരു ഘട്ടമായിരുന്നത്. അതുപോലെ തന്നെയാണ് ലാലേട്ടൻ്റെ കൂടെ. അത് ആ സിനിമയിൽ രണ്ടും അവരായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ്. അന്ന് ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലും അവരായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, സിനിമ എനിക്ക് ഏറ്റവും കിട്ടിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുമ്പോഴും കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും എൻ്റെ ഒരു എൻട്രി. അപ്പോൾ അത് ആൾക്കാർക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ തരം ആൾ അന്ന് ചോദിച്ചാൽ അങ്ങനെ പേരങ്ങോട്ട് എസ്റ്റാബ്ലിഷായി. അപ്പം ഒരു ചെറിയ റോൾ ചെയ്യുന്ന നടനാണെങ്കിലും എല്ലാവർക്കും പേരറിയാം. അപ്പോൾ സിനിമ പിന്നെ ബോഡി ബിൽഡിങ്ങിൽ നമ്മൾ വന്ന് പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അറിയപ്പെടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് കണക്കാക്കുന്നത് ഞാൻ.
അത് പറയുമ്പോഴേ എങ്ങനെയാണ് ഇപ്പോഴും ഈ ബോഡി ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത്? എനിക്ക് സത്യം ഒരു 2 ടിപ്പ് അറിയാം. ഒന്ന് വണ്ണം വെക്കാനായിട്ട് എന്ത് ടിപ്പ് തരാം? കുറെ നാളെ ഈ ശരീരം വെച്ച് നടക്കും. ഒന്ന് വണ്ണം വെക്കാനായിട്ട് 4 ടിപ്പ് അറിയാം. വണ്ണം വെക്കാൻ അതാ പറഞ്ഞത്, 3 ടൈപ്പ് ശരീരമാണ്. അത് ഫാറ്റ് കൂടിയത്, ഫാറ്റ് കുറഞ്ഞത്, മീഡിയം സൈസ്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് കുറഞ്ഞ ശരീരമാണ്. അതിൻ്റെ പെർസെൻറ്റേജ് വ്യത്യാസമാണ് പിന്നെ ഇതിൽ വരിക. എന്താ വരിക? ബോഡിയിൽ കുറഞ്ഞ ഒരു പെർസെൻറ്റേജിലാണ് ഓരോരുത്തർക്കും. അത് നമ്മുടെ ശരീരം ഏത് ക്വാളിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യേണ്ടത്. മെലിഞ്ഞ ആൾക്കാർക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഇട്ടിട്ട് കുറഞ്ഞ റിപ്പീറ്റേഷനിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക. മീഡിയമുള്ള ആൾക്കാർ ഒരു പാകത്തിന് ഭക്ഷണം കഴിക്കുക, പാകത്തിനുള്ള എക്സസൈസ് ചെയ്യുക. വെയിറ്റ് കൂടിയ ആൾക്കാർ കുറച്ച് ഭക്ഷണം കഴിക്കുക, കൂടുതൽ വ്യായാമം ചെയ്യുക. അപ്പോഴാണ് ബാലൻസ് ചെയ്തിട്ട് ഈ നടുവിലേക്ക് നിർത്താൻ പറ്റുള്ളൂ. അത് ശരീരത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല വെയിറ്റിൽ തന്നെ ഒരു 8 റിപ്പീറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ള വെയിറ്റ് ചെയ്തിട്ട് അതിന് നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ, മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോട്ടീൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വരുത്താൻ പറ്റും. എന്തായാലും ഞാൻ പരീക്ഷിക്കും. ഇനി എങ്ങനെ ഇത് പിടിച്ചു നിൽക്കാം? പക്ഷെ ഇതൊക്കെ ശരിയാണ്. ഇതിപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കാരണം വരിക എന്താ വെച്ചാൽ, ജിമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ ഇത് തൂങ്ങും, ഇത് പിന്നെ ഭയങ്കര തടി ഭയങ്കര വൾഗറാവും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ അതിന് കൂടുതൽ ആൾക്കാരുണ്ടാവും. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ മനസ്സിൽ തീരുമാനം എടുക്കും. ഇന്ന് ഞാൻ എന്തായാലും ചെയ്യും എന്ന് പറയാം. നാളെ ചെയ്യുമോ? നാളെ തൊട്ട് തുടങ്ങും. നാളെ തൊട്ട് തുടങ്ങിയാൽ തുടങ്ങും. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ 1-ാം തീയതി അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം എന്നൊക്കെ പ്ലാൻ ചെയ്താൽ നടക്കില്ല. നാളെ രാവിലെ ജിമ്മിൽ ഇന്ന് പോകുന്ന വഴിക്ക് പോകാനുള്ള സാധനങ്ങൾ എടുക്കുക, ഏതാ ജിമ്മെന്ന് ആലോചിക്കുക, അവിടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായും ഇത് ഞാൻ എന്തായാലും നല്ലൊരു ട്രെയിനറേയും കൂടിയും അഡ്വൈസും കൂടി മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായും. അപ്പോൾ അടുത്ത തവണ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് എൻ്റെ ബോഡിയിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നാളെ തൊട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോഴേക്കും അവസാനം എനിക്കത് ഈ ക്യാരക്ടർ ഒരുപാട് ഫൺ എലമെൻ്റ് ആയിട്ടൊരു കഥാപാത്രം തോന്നുന്നത്. അതായത് ടീസറിൽ തന്നെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പിണറായി വിജയനല്ലേ ഇത് ആ ഒരു ഡയലോഗിൽ തന്നെ ഏതാണ് ക്യാരക്ടർ നമുക്ക് പിടി കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിള്ളേർ അവരൊക്കെ ആയിട്ട് ജെല്ലി ചെയ്ത് പോകുമ്പോൾ? ഇത്രയും എക്സ്പീരിയൻസ് ചേട്ടന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് സിനിമകളിൽ വന്നൊരു ഇതാണ്. ഇപ്പോൾ പുതിയ പിള്ളേരാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ന്യൂജൻ പിള്ളേരുടെ കൂടെ അവരുടെ കൂടെ ഒരു ഭാഗമായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ വലിയ ഭാഗ്യമായിട്ടും, അതുപോലെ അവരുടെ കൂടെ ഒന്നും നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. അത്രയും വർഷങ്ങളായിട്ട്, ഇപ്പം 45 വർഷം, 46-ാമത്തെ വർഷമാണ് ഞാൻ സിനിമയിലെത്തിയിട്ട്. അപ്പോൾ ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ട്. സിനിമയിൽ നമ്മളുണ്ട്. നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ അന്ന് വന്നിരുന്ന പലരും ഇന്നില്ല, രംഗത്തില്ല. പല കാരണങ്ങൾ കൊണ്ടും ഇല്ലാതായിട്ടുണ്ട്. അതുപോട്ടെ. പക്ഷേ എന്നിരുന്നാലും നമുക്കിവിടെ നിൽക്കാൻ പറ്റിയത് ഇവരുടെയൊക്കെ സഹകരണം നമുക്കുള്ളത് കൊണ്ടും പിന്നെ ആ ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പം ഷാഹി സാറിൻ്റെ മകനായാലും ശരി, മറ്റേ സൂര്യ, ഇവരൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് മറ്റവരെ കണ്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെടുന്നതും അടുത്തിടപഴകുന്നതും ഇപ്പോഴാണ്. അപ്പോൾ ഇവരെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ആ ട്രെൻഡിലുള്ള ആക്ടിങ്ങും അതുപോലെ ഇപ്പോൾ ഒരു കോമഡി, നമ്മൾ പഴയ ആൾക്കാർ തമ്മിൽ ഒരു കോമഡി പറഞ്ഞ് ചിരിക്കുന്നതും പുതിയ ആൾക്കാർക്ക് എറിക്കുന്ന കോമഡിയും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പഴയ കാലത്ത് അതുപോലെ ശാസ്ത്രവും എല്ലാം അത്രയും പുറകിലായിരുന്നു. എനിക്കൊക്കെ ഉള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജ് ലൈഫ് മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ടെക്നോളജി പരമായിട്ടാണെങ്കിലും ശരി, വേറെയുള്ള വ്യതിയാനങ്ങളും ജീവിതത്തിലുള്ള ഓരോ പരിവർത്തനങ്ങളും എല്ലാം ഒരു 3 ടൈപ്പ് കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റി. അതിൽ കണ്ട് ആസ്വദിക്കാനും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം നമുക്ക് പറ്റിയ ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ ഒരു 1-2 ഇപ്പോൾ അവരും മക്കൾ ആയി. അപ്പോൾ ഇനി ഒരു അപ്പുറത്തേക്കുള്ള ഒരു സ്റ്റേജ് കൂടി ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഭാഗ്യമുണ്ടെങ്കിൽ, യോഗം ഉണ്ടെങ്കിൽ നടക്കും. അതെ. അപ്പം അത് പിന്നെ ആ സമയത്തും ഒരു സിനിമ എന്ന് പറയുന്നതും സിനിമ ഒരുപാട് മാറി. നമ്മൾ ആദ്യം പണ്ട് കാണുന്ന സിനിമയല്ലല്ലോ ഇപ്പോഴും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ്. അത് എന്തായാലും നമുക്ക് അതിനെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഇത് ദൈവം തന്നതുകൊണ്ടാണത് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് കുറേയൊക്കെ നമ്മളെ പ്രയത്നത്തിൻ്റെ ഭാഗവും, പിന്നെ നമ്മളെ ഇവിടെ കണ്ടുപഠിച്ചത് അങ്ങനെയുള്ള മഹാനടന്മാരുടെ കൂടെ നിന്നിട്ട് നമ്മളെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറേ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പം പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ എന്താ പറയണ്ടത്, അല്ലെങ്കിൽ അതിൽ എന്താ പറയുക ടെക്നിക്കലി പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്,
പിന്നെ ആക്ടിങ് ഒരു ക്യാമറയിൽ പിന്നെ ഒരു ഷോട്ട് എടുത്തു കഴിയുമ്പം എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എത്രയോ കഴിഞ്ഞിട്ടാണ്. ഇന്ന് വരുന്ന ആൾ ക്യാമറ ഫേസ് ചെയ്യുമ്പോൾ തന്നെ അവനറിയാം ഇത് ഇന്ന രൂപത്തിൽ വരും എന്നുള്ളത്. ഷോട്ട് ആദ്യം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോയി മോണിറ്ററിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത് ഒന്നും കൂടി ഇമ്പ്രൈസ് ചെയ്യണമെങ്കിൽ അവനെ അപ്പോൾ പോയി ചെയ്യാൻ പറ്റും. പണ്ട് സിനിമയിൽ എടുത്തു കഴിഞ്ഞാൽ ഫിലിമിൽ എടുത്തു കഴിഞ്ഞിട്ട് അത് പിന്നെ നോക്കുന്നത് എഡിറ്റിംഗ് അല്ല, ഇത് കഴിഞ്ഞിട്ട് പിന്നെ പോസിറ്റീവ് കൊണ്ടുവന്നിട്ട് മദ്രാസ് കൊണ്ടുപോയി ചെയ്ത് വന്നിട്ട് ഏതെങ്കിലും തിയേറ്റർ എടുത്തിട്ട് ഡയറക്ടറും അവരും കൂടി പ്രൊഡ്യൂസറും പോയി കാണുന്നിട്ട് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ മാറ്റി എടുക്കുക ചെയ്യുക. ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ ചെയ്യുന്നത് അപ്പം തന്നെ കാണാം നമുക്ക്. ഇപ്പം റീ റെക്കോർഡിങ് വരെ സ്പോട്ടിൽ നിന്ന് അവരുടെ സ്ഥിരമായി ആ സിനിമയ്ക്ക് വരുന്നതല്ല, സെപ്പറേറ്റ് വേറെ വന്നിട്ട് ഇപ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ അതിന് സൗണ്ടൊക്കെ കൊടുത്ത് നമുക്ക് ആ ഇതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമയിൽ കയറാനായിട്ട് പറ്റും, എളുപ്പമാണ്, പക്ഷേ സിനിമ നിലനിൽക്കാനാണ് പാടെന്നുള്ളത്. സിനിമ എന്നല്ല, എല്ലാത്തിലും അതവനെ ഇപ്പം നിങ്ങൾ ഈ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇതിൽ നിൽക്കാനാണ് പണി. അത് നിലനിർത്തലും മെയിൻറ്റെയിനിങ് അത് വലിയ പ്രശ്നമാണ്. അത് ഈ സിനിമ എന്നല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും അത് വലിയ പണിയാണ്. അവിടെയാണ് നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയേണ്ടത്, അവൻ്റെ എഫേർട്ട് അതിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ. അതെ 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 ഇത് ഇപ്പം ഓണത്തിന് നമ്മളിപ്പോൾ ഈ സിനിമകൾ ഒരുപാട് നല്ല ചിത്രങ്ങൾ വരുന്നു. അതോടൊപ്പം ഒരു ദുഃഖം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലെ. അപ്പം നമ്മളിപ്പോൾ ആഘോഷിക്കുന്നില്ല, നമ്മൾ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി പോലും നമുക്കായിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവർ നമ്മൾ എന്തുകൂടെ ഇല്ല. ശരിക്കും എത്രത്തോളം അത് എഫക്ട് ചെയ്തിട്ടുണ്ട്? ഒരു വയനാട്ടുകാരനാണ്. അല്ല, അത് വലിയ അത്രയും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളും ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരു മാനസികമായിട്ട് അതിൻ്റെ ആ ഒരു ഷോക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് മറ്റേ ആ വേറൊരു ഇത് മൂടിൽ നമ്മൾ മറന്നു പോകും. പക്ഷേ ഇതൊക്കെ മറന്നു കഴിഞ്ഞാൽ അവരെ കുടുംബത്തിലുള്ളവർക്ക് കുറച്ച് കാലം നിൽക്കും. അവരതിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദ്യമം ചെയ്യേണ്ടത്. അത് ഉത്തരവാദിത്തമാണ്. ഞാനവിടെ പോയിട്ട് ഞാൻ സമീപിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെ പോയി കണ്ടു. അല്ലാതെ വേറെ എന്ത് ചെയ്യാനുള്ളത്? അങ്ങനെയുള്ള അവരെ പോയി കണ്ടു. അവർക്കൊക്കെ വലിയ ഒരു സമാധാനം പറയാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതിൽ. പിന്നെ ഇനി അടുത്ത് അവരുടെ കുട്ടികളെയും മറ്റൊരു ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ജീവിതം ഒരു എന്താ പറയുക, ഒരു ദുരന്തബാധ ഏറ്റു അതുകൊണ്ട് വളരെ താഴേക്കടയിലാണെന്നുള്ളൊരു തോന്നൽ വരാതെ അവർക്ക് സമൂഹത്തിൽ ബാക്കിയെല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനുള്ളൊരു സൗകര്യങ്ങളും കാര്യങ്ങളും അതൊരുക്കുക, മാനസികമായിട്ട് അവർ ആ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും എല്ലാവരും ചെയ്യേണ്ട കാര്യം. താരാപഥത്തിൽ ഇനി ചെറിയൊരു ഇടവേള.